Hello, good morning all. Good morning. Good morning. Ma'am, Ashwati ma'am, start ചെയ്യാം ma'am. ഹലോ. Ma'am, start ചെയ്യാം. ഓക്കെ. ഓഡിബിൾ അല്ലേ? Audible ആണ് ma'am. ഓക്കെ, താങ്ക് യു. ആദ്യമേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അശ്വതി. ഞാൻ പാലക്കാട് നിന്നാണ്. അഡോളസന്റ് ഹെൽത്ത് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ്. എനിക്ക് പരിചയമില്ല ആരെയും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാം. ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് ടോപ്പിക്സ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു ജനറൽ സബ്ജക്റ്റ് ആണ് അല്ലെ. അതിന്റെ അണ്ടറിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഒരു പുതുമയുള്ള ടോപ്പിക് അല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും ആസ് എ പ്രാക്ടീഷണർ ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാന അവബോധമാണ് മെന്റൽ ഹെൽത്ത് അവയർനെസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും എല്ലാവർക്കും വെൽക്കം. നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഏതൊരാളുടെയും ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്നത് എന്താണ്? ഫിസിക്കൽ ഹെൽത്ത് ആണ് അല്ലെ. നമുക്ക് അസുഖങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് നമ്മളും ചിന്തിക്കുന്നത്. അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മുടെ കൂടെയുള്ള ആരാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് അതാണ്, നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം പലപ്പോഴും ഇപ്പം ഞാൻ തന്നെ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പൊ നമ്മുടെ അടുത്ത് കുട്ടികളാണ് വരുന്നത് പൊതുവെ കൗൺസിലിങ്ങിന്. അപ്പൊ കുട്ടികൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ചിലപ്പോൾ അവരുടെ പാരന്റ്സിന് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും ഒരു ഇൻസൈറ്റ് ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റീനെയാണ് പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത്. സോ നമ്മൾ ഏതൊരു വ്യക്തിക്കും ഏതൊരു ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണെങ്കിലും, ഇപ്പൊ കുട്ടികളാണെങ്കിലും നമ്മൾ മുതിർന്ന ആളുകളാണെങ്കിലും വയസ്സായിട്ടുള്ള ആളുകളാണെങ്കിലും എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ജനറൽ അവയർനെസ് എന്താണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത്, ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായിരിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് നമുക്കറിയാം, അസുഖങ്ങൾ ഇല്ലാതാണ്. നമ്മൾ WHO നിർവചന പ്രകാരം നമ്മൾ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, ഫിസിക്കലി മെന്റലി ആൻഡ് സോഷ്യലി ആയിട്ടുള്ള ഒരു വെൽബീയിങ്ങിനെയാണ് നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലെ. ഫിസിക്കൽ ഹെൽത്ത് പിന്നെ നമുക്കറിയാം, നമ്മൾ അത് വളരെയധികം നമ്മൾ അതിൽ കൺസേൺഡ് ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെ, അതുപോലെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒന്നാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത്. അതിന്റെ ഒരു കാരണം എന്താ? ഒരു സ്റ്റിഗ്മ ഉണ്ട് അല്ലെ. കാരണം മെന്റൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ ആ ഒരു അതൊരു വീക്ക്നെസ് ആയിട്ടാണ് ഓരോ ആളുകളും കാണുന്നത്. ഒരു പ്രശ്നം ഉണ്ട്, എനിക്കൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് പറയാനുള്ള കുറവും അതിനൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എനിക്കത് വരാതിരിക്കാനുള്ള എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ തേടണം എന്നുള്ളതൊക്കെ നമുക്ക് പലപ്പോഴും മറ്റുള്ള ആളുകളോട് ഷെയർ ചെയ്യാനും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ആക്ഷൻസ് എടുക്കാനും ഒക്കെ നമുക്ക് പലപ്പോഴും മടിയാണ് അല്ലെ. അപ്പൊ സിംപ്ലി എന്താണ് മെന്റൽ ഹെൽത്ത് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം. സോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ വലിയ വലിയ നിർവചനങ്ങളുടെ പുറകെ പോകുന്നതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കൺസെപ്റ്റ് അല്ലെ. നമ്മൾ ഓക്കെ ആവണം. നമുക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പൊ നമുക്കറിയാം ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്. ഇപ്പം എന്നെ പോലെ ആയിരിക്കില്ല എൻ്റെ വീട്ടിലുള്ള ആളുകൾ, അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ. ഓരോ വ്യക്തിയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം, സ്കിൽസ് ഉണ്ടായിരിക്കാം, ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. സോ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് അല്ലെ. എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നതോ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ
പ്രധാനമായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് അല്ലെ. അപ്പോ നമുക്ക് സമാധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ആരുടെ റൈറ്റ് ആണ്? നമ്മുടെ ഉത്തരവാദിത്വമാണ്. സോ നമുക്ക് സമാധാനം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കൺസേൺ. അതോടൊപ്പം തന്നെ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കുക, നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക്, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മളെ പബ്ലിക്കിൽ, നമ്മൾ എവിടെ പോകുന്നു, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എവിടെ പോകുന്നു, അവിടെ ഉള്ളവർക്കൊക്കെ നമ്മളൊരു ബുദ്ധിമുട്ടില്ലാതെ, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് തിങ്. ഓക്കെ, അപ്പോ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവണം അല്ലെ. നമുക്കൊരു പർപ്പസ് ഉണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ ഭൂമിയിൽ ജനിച്ചു വീണതാണോ? അല്ല. നമുക്ക് ഓരോ ലൈഫിൽ ഓരോ സ്റ്റേജസ് ഉണ്ട്. ഈ സ്റ്റേജസിലൂടെ ഒക്കെ നമുക്ക് കടന്നു പോകണം. ഓരോ സമയത്തും ഓരോരോ എക്സ്പീരിയൻസസ് ആയിരിക്കും. അപ്പൊ ഈ എക്സ്പീരിയൻസസിനൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് എല്ലാവർക്കും സ്മൂത്ത് ആയി കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണോ നമുക്ക് ലൈഫ് എന്ന് പറയുന്നത്? അല്ല. പോസിറ്റീവ്സും നെഗറ്റീവ്സും നമുക്കിവിടെ സംഭവിക്കാം. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം അല്ലെ. നമുക്ക് ഹെൽത്തി ആയിരിക്കണം. നമുക്ക് അതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത്. അതിനെക്കുറിച്ചൊരു ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് വേണ്ടത്. സോ അതിനെ നമ്മൾ പറയുന്നതാണ്, അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് നിർവചിക്കാൻ പറ്റുന്നതാണ് എന്ത്? നമ്മൾ പീസ്ഫുൾ ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ പ്രൊഡക്റ്റീവായി നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെന്റലി ഓക്കെ ആണെന്ന് നമുക്ക് പറയാം അല്ലെ. ഈ മെന്റലി ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം? നമുക്ക് നല്ല ഉറക്കം വേണം അല്ലെ. പിന്നെ അതുപോലെ നല്ല ഫുഡ്, നമ്മൾ ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആയിരിക്കണം. അതുപോലെ നമ്മൾ സോഷ്യലി നമ്മൾ എല്ലാവരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നല്ല റിലേഷൻഷിപ്പ്, ഹെൽത്തി റിലേഷൻഷിപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാം അല്ലെ. അപ്പോൾ പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മളെ ചുറ്റുമുള്ളവരെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാം അല്ലെ. ഒരുപാട് മെന്റൽ ഇഷ്യൂസ്, മീൻസ് മെന്റൽ ഇൽനെസ്, മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള ആളുകളെ നമുക്ക് കാണാം. എന്തൊക്കെ തരത്തിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് കാണാം? നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പോൾ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് മാത്രമല്ല, നമുക്ക് ആ ഒരു സ്ട്രെസ്, ആങ്സൈറ്റി, പിന്നെ അതുപോലെ തന്നെ പല തരത്തിലുള്ള ഇഷ്യൂസ് ഉള്ള ആളുകളെ നമുക്ക് കാണാം. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ, സ്ട്രെസ്സുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഹെൽത്തി ആണെന്ന്, നമ്മൾ മെന്റലി നമ്മൾ ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് നല്ല റിലേഷൻഷിപ്സ് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കണം അല്ലെ. നല്ല ഷിപ്സ് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള മെന്റൽ പ്രോബ്ലംസ് എന്നുള്ളത് നമുക്ക് നോക്കാം. കോമൺ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്, ആങ്സൈറ്റി, പിന്നെ അതുപോലെ ഡിപ്രഷൻ ഉണ്ട്, സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ള ആളുകളായിരിക്കാം എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളത് അറിയാം. എന്നാലും അത് കോമൺ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി എന്തൊക്കെയാണ് അതിന്റെ ഒരു സയൻസ്, എന്തൊക്കെ സയൻസ് ആണ്? നമുക്കിപ്പോ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു അവയർനെസ് വേണം എന്നുള്ളതിന്. ഇപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് നമ്മൾ എപ്പം മനസ്സിലാക്കണം? അതിന്റെ സയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് ഒരു 2 ആഴ്ചയിൽ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാഡ്നെസ് ഉണ്ടോ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സാഡ്നെസ് ഉണ്ടോ, നമുക്ക് ഉറക്കത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതുപോലെ സോഷ്യലി നമ്മൾ വിഡ്രോ ചെയ്യുന്നുണ്ടോ, അപ്പൊ നമ്മളെ ചുറ്റുമുള്ളവരുടെ ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുന്നുണ്ടോ, പിന്നെ എന്തെങ്കിലും നമ്മുടെ വിശപ്പിലോ, അതുപോലെ വിശപ്പ്, ഉറക്കം, ഇതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ആ ഒരു പ്രശ്നത്തിൽ
ഒരു ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സോ ഉള്ള സമയത്താണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള സൈൻസ് ഒക്കെ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചറിയുക, യെസ് ഞാൻ എന്താണ്, എനിക്ക് ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ പലപ്പോഴും ഇതിനൊരു വീക്ക്നെസ് ആയി കാണാതെ ഇതിൽ നിന്ന് നമുക്ക് വലിയൊരു ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഒരു രോഗാവസ്ഥയല്ല അല്ലെ. ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുന്നതിന്റെ മുന്നേ നമുക്ക് അതിന് എന്ത് ചെയ്യണം, നമുക്ക് അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ പറ്റണം അല്ലെ. അപ്പൊ ആ പ്രിവെന്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു അവയർനെസ് വേണം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അവയർനെസ്സിന് നമുക്ക് ഇതിനെ കുറിച്ച് അറിയണമല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മെന്റലി വീക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെ എപ്പോ തിരിച്ചറിയണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കണം. അപ്പൊ ഈ ഒരു സയൻസ് ഒക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, സംതിങ് എന്തോ ഒരു പ്രശ്നം എനിക്ക് ഉണ്ട്, സോ അതിനെ സോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യകത എനിക്കുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കുക. പിന്നെ അതിന്റെ ഒരു കോസസ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ജോബ് സ്ട്രെസ് ആയിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, പിന്നെ അതുപോലെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അങ്ങനെ നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും പലപ്പോഴും ഓരോ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഇഷ്യൂസ് കാരണമായിരിക്കാം മേ ബി നമുക്ക് ഇങ്ങനെയുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം അല്ലെങ്കിൽ നമുക്ക് അതിനെ നേരിടാൻ നമുക്ക് സാധിക്കണം, അതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അവിടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുള്ളൂ, നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ പറ്റുമോ? ഇപ്പോഴും നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ പറ്റും? ഒരിക്കലും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും മാറി വേറൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ സ്റ്റേജുമായി കോപ്പപ്പ് ചെയ്ത് അതിൽ സർവൈവ് ചെയ്യാനുള്ള ഒരു കോപ്പിംഗ് കപ്പാസിറ്റി ആർക്കും ഉണ്ടായിരിക്കണം, നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ കോസസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങനെ ഒരു അത് വരുവാണെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റണം അല്ലെ. നല്ല രീതിയിൽ നമുക്ക് അതിനെ മാനേജ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെ. പെട്ടെന്ന് നമ്മളൊരു മെന്റൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്, നമുക്ക് മറ്റൊരാളുടെ സപ്പോർട്ടാണ് ആവശ്യം അല്ലെ. അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക, ഈ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആരുടെ കയ്യിലായിരിക്കുന്നത്? നമ്മുടെ കയ്യിൽ തന്നെയാണ് അല്ലെ. ഏതൊരു വ്യക്തിയുടെയും കയ്യിൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്കൊരു ഇഷ്യൂ വരുവാണെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലെ. ഇതിനൊക്കെ നമുക്ക് പെട്ടെന്ന്, ഇപ്പൊ നമുക്കൊരു പനി വരുവാണ് അല്ലെങ്കിൽ ഒരു തലവേദന വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡോക്ടറെ അടുത്ത് പോവാം, മെഡിസിൻ എടുക്കാം അല്ലെ. മെഡിസിൻ എടുത്തു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അസുഖം നമുക്ക് പെട്ടെന്ന് മാറിയെടുക്കാം അല്ലെ. പക്ഷെ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് ഓടിപ്പോയി മരുന്ന് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കത് എന്താണ്, നമ്മൾ ചിന്തിച്ച് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. നമ്മൾ പലപ്പോഴും അത് ഇഗ്നോർ ചെയ്യുക ചെയ്യണത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഫിസിക്കൽ ഹെൽത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൺസേൺ കൊടുക്കുന്നതും മെന്റൽ ഹെൽത്തിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതും. അപ്പൊ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനൊരു എന്താ പറയാ, ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ആദ്യം നമ്മളെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും അല്ലെ, നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. ഡീപ് ബ്രീത്തിങ് ചെയ്യാം, നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരു ആള് ഒട്ടും പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല. ആളുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ അത് ബാധിച്ചിട്ടുണ്ടായിരിക്കും. ഡെയിലി ലൈഫിൽ ആൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരിക്കും. അതിനൊക്കെ മടി അല്ലെങ്കിൽ അതൊക്കെ അവിടെ ഇട്ട് ഒന്നും ചെയ്യാതെ നല്ല രീതിയിലുള്ള ഉറക്കം, നല്ല രീതിയിലുള്ള ഫുഡ്, സ്വന്തം കാര്യങ്ങൾ, ഇതിലൊക്കെ ഡിലേ വരും അല്ലെ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ
റൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെയ്യുക. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെ, ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാതെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിങ്ങനെ പ്രശ്നമാണ്, അല്ലെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇങ്ങനെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഈ ഒരു എനിക്ക് വയ്യ, അല്ലെങ്കിൽ ഞാൻ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ എന്നെ ആർക്കും ഇഷ്ടമല്ല, ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുന്നത് തെറ്റാണ് എന്നുള്ള ചിന്ത നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ആക്ടിവിറ്റീസ് നമ്മൾ ഏർപ്പെടുക. നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ ജോലി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, സിംപ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കുക. സോ നമുക്ക് ബ്രീത്തിങ്, ഇപ്പം നമ്മൾ കണ്ടുപോലെ ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. ഇങ്ങനെ ഒരു ഇഷ്യൂ, ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, റിലാക്സേഷൻ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം, ഫിസിക്കൽ ആക്ടിവിറ്റീസ് തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വർക്കുകൾ നമുക്ക് ചെയ്യാം അല്ലെ. ഫിസിക്കലി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, നമുക്ക് കുക്കിംഗ് ചെയ്യാം അല്ലെ, അതുപോലെ നമുക്ക് നടക്കാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ടൈം മാനേജ്മെന്റ്. ഓരോ സമയം എല്ലാവരും ഇപ്പോൾ ഓരോ തിരക്കിലായിരിക്കും. ഞാൻ പല കാരണങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഫാമിലി ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കോസസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോസസിന്റെ കൂടെ തന്നെ കോസസ് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സമയത്തിന്റെ ആ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ സമയത്തിന് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. എന്നാൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടെ സമയത്തിന് നമ്മൾ എഫക്ട് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ ഒരു ടൈം മാനേജ്മെന്റ് എന്നുള്ളത് ഈ ഒരു ഇതിന്റെ ഭാഗമാണ്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ടൈം മാനേജ്മെന്റ്, ഇപ്പൊ ഞാൻ കഴിക്കേണ്ട സമയത്ത് ഞാൻ കഴിക്കുക, എന്റെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഞാൻ ചെയ്യേണ്ട വർക്ക്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതാത് സമയത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ സ്ട്രെസ് കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ സ്ലീപ്പ് അല്ലെ. അയ്യോ, സ്ലീപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും, ഇപ്പൊ കുട്ടികളാണെങ്കിലും ശരി, അഡൾട്ട്സ് ആണെങ്കിലും ശരി, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവർ മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ നൈറ്റ് ടൈം ഒക്കെ ഒരുപാട് സമയം മൊബൈൽ യൂസ് ചെയ്ത് ലേറ്റ് നൈറ്റ് ആയിട്ട് കിടക്കുന്ന ആളുകളാണ്. ഇപ്പോൾ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരൊക്കെ ആണെങ്കിലും ഒരുവിധ ആളുകളിലൊക്കെ കാണുന്നതാണ് കൃത്യമായിട്ടുള്ള ഉറക്കമില്ല. നമ്മൾ ഒരു 8 hours സ്ലീപ്പ്, ഇനിയിപ്പോൾ 8 hours പോട്ടെ, നമ്മൾ ഒരു സമയത്തുള്ള ഉറക്കം, ഇങ്ങനെയുള്ള ചിട്ടയായിട്ടുള്ള ഒരു രീതി ഒക്കെ ഇതിലൊക്കെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെറിയ തിരുത്തലുകൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മൈൻഡ്ഫുൾനെസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഹോബീസ് ഉണ്ടായിരിക്കും അല്ലെ, ഹോബീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഹോബീസ് അവനവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവനവൻ എന്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നമുക്ക് നമ്മളിൽ ഒരു സന്തോഷം കണ്ടെത്തുക. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റീനെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഏതൊരു കാര്യവും, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മെന്റൽ ഹെൽത്ത് നമുക്ക് എന്താ പറയാ, കീപ്പ് ചെയ്യാൻ സാധിക്കും, മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഇനിയിപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് മാത്രമല്ല. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്, ഒരുപാട് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ തന്നെയാണ്, ആ കുട്ടിയുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ ആ ചിന്ത നമ്മൾ മാറ്റിയെടുക്കുക. ഏതൊരു വ്യക്തിക്കും ഏതൊരു സമയത്തും ഉണ്ടാവുന്ന അവസ്ഥയാണ് മെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പൊ നാളെ എനിക്ക് വേണമെങ്കിലും, അല്ലെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിലും, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വരാവുന്ന ഒന്നാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് പിടിച്ചു നിൽക്കാനും ആ സിറ്റുവേഷനെ തരണം ചെയ്യാനുള്ള ഒരു പവർ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കോമൺ ആയിട്ട് പറയാനുള്ളത്. ഒരു അരമണിക്കൂർ നേരത്തെ സെഷൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് സ്പീഡായി തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു സെഷൻ ആദ്യമായിട്ട് ആയത് കാരണം എങ്ങനെ എന്ത് എന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് സ്പീഡപ്പായി ജസ്റ്റ് ഒരു ടോപ്പിക് കവർ ചെയ്തു
അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ മെൻഷൻ ചെയ്തു എന്നതിലുപരി ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും വരുന്ന സെഷനുകളിൽ കുറച്ചുകൂടെ നല്ല ടോപ്പിക്സ് എടുത്ത് നിങ്ങളുടെ മുന്നിൽ വരാം എന്നുള്ള പ്രതീക്ഷയായിട്ട് നമുക്ക് പോവാം. ഇനി എന്തെങ്കിലും ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, സംസാരിക്കാം, അഭിപ്രായങ്ങൾ അറിയിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു എല്ലാവർക്കും. ഹലോ മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഏതായാലും പിന്നെ നമ്മുടെ ഈ ഒരു ജനറേഷൻ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ മെന്റൽ ഹെൽത്ത് തന്നെ പല ആളുകളും വിഷയമായിട്ട് നമുക്ക് ഈ സെഷൻ എടുക്കുന്നത് പല സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്കാണ്. എന്നാൽ ഈ ഒരു കാരണം എല്ലാവരുടെ ധാരണയുള്ളത് നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്ന ടോപ്പിക്കാണ്. ഇതിപ്പോ ആരും വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെങ്കിൽ മാം അത് എടുത്തു കൊണ്ടുവന്നതും ഈ ഒരു മോർണിംഗ് സർക്കിളിൽ വന്നും ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പറയും. കാരണം നമുക്ക് സ്വയമായിട്ട്, ഞാനൊരു കൗൺസിലർ ആണ്, കാരണം നമുക്ക് സാധാരണയായിട്ട് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കോപ്പപ്പ് ചെയ്യുക, അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, സ്വയം ഒരു തിരിച്ചറിവ് നമുക്ക് എന്തായാലും വേണം. കാരണം ചില ആളുകൾക്ക് നമ്മൾ സ്വയം ധാരണ ഉണ്ട്, വീക്കായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ മെന്റൽ ഇൽനെസ് ഉണ്ടാവൂ എന്നുള്ളത്. അതങ്ങനെയല്ല. മാം അത് പറഞ്ഞു ഇവിടെ തെളിയിച്ചു, എല്ലാവർക്കും ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. പിന്നെ നമുക്ക് ഈ ഒരു മോർണിംഗ് സർക്കിളിൽ ഈ ടോപ്പിക് എടുത്തതിൽ വളരെയധികം പിന്നെ ഒരു താങ്ക്സ് പറയാണ്. കുറച്ച് സ്പീഡ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എടുക്കുന്നത് കൊണ്ടും ഈ ഒരു ടൈമിങ്ങിന്റെ ഇവിടെ സിസ്റ്റം ഒന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം. എനിവേ ഏതായാലും നല്ല രീതിയിൽ എടുത്തു എന്നുള്ളതാണ്. ഏതായാലും നമ്മുടെ ഒക്കെ ഈ ഒരു ഫീലിങ്സിനൊക്കെ തിരിച്ചറിയാനും നമുക്ക് ഡെയിലി ഇതൊക്കെ എന്തൊക്കെ ചെയ്യാമോ, ഒരു ബ്രീത്തിങ് എക്സസൈസിലൂടെ ഒക്കെ തുടങ്ങി ആ ഒരു ദിവസം നമ്മൾ എങ്ങനെ അവസാനിപ്പിച്ചു, ഒരു പോസിറ്റീവായ എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ ലൈഫിലുള്ളതൊക്കെ നോട്ടീസ് ചെയ്യുക, അത് കേട്ട് നമ്മൾ കിടന്നുറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ അതിനപ്പുറം ഇന്ന് ഞാൻ എന്ത് ഇവിടെ അനുഭവിച്ചു, എന്റെ ലൈഫിൽ എനിക്ക് എന്താണ് ഇന്നത്തെ ദിവസം കിട്ടിയിട്ടുള്ളത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ലൈഫിൽ എന്തായാലും വേണം. ആ ഒരു തിരിച്ചറിവ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഇനി ഫിസിക്കലി ആയും മെന്റലി ആയും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. ആ പ്രയാസങ്ങൾ തിരിച്ചറിവ് നമ്മൾ ആ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എവിടെ ഭാഗത്തു നിന്നാണ് ആ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, ഞാൻ എന്താണ് അനുഭവിച്ചത് ഒക്കെ തിരിച്ചറിയാൻ പറ്റും. ഏതായാലും മാം ഓവറോൾ ഒന്ന് പറഞ്ഞു തീർത്തു ഒരു മെന്റൽ ഇൽനെസിനെ കുറിച്ചും മെന്റൽ ഹെൽത്തിനെ കുറിച്ചും. എനിവേ താങ്ക് യു. താങ്ക് യു മാം. മെന്റൽ ഹെൽത്ത് എന്നുള്ള ടോപ്പിക്ക് നന്നായിട്ട് കവർ ചെയ്തു. മെന്റൽ ഹെൽത്ത് എന്താണെന്നും എങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നതെന്നും അതിന്റെ മെന്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യവും, പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പം നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് മനസ്സിലാക്കി നമ്മൾ ഹെൽപ്പ് എടുക്കണം. നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് ചേഞ്ചസ് ഒക്കെ നമ്മുടെ ലൈഫിൽ വരുത്തണം എന്നുള്ളതും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഹെൽപ്പ് എടുക്കുന്ന കാര്യവും, പിന്നെ നമുക്ക് തന്നെ റിലാക്സ് ചെയ്യാനും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്താനുമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. സോ താങ്ക് യു വെരി മച്ച്. ചെറിയ സമയത്താണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു. നമുക്കൊരു അവയർനെസ്, എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തൽ, പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അതൊരു ഓർമ്മപ്പെടുത്തലാക്കി കാര്യങ്ങൾ പറഞ്ഞു തന്നു. സോ താങ്ക് യു വെരി മച്ച്. വെൽ ഡൺ. കൺഗ്രാറ്റുലേഷൻസ്. Good morning all. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ നല്ലതാണ് ഓരോ കാര്യങ്ങളും. മെന്റൽ ഹെൽത്തും മെന്റൽ ഇൽനെസ്സും എല്ലാം സംബന്ധിച്ച്, അതുപോലെ സ്ലീപ്പ്, ഈ പറയുന്ന പോലെ എല്ലാവരും ഇതൊക്കെ പറഞ്ഞാലും സ്ലീപ്പ് കുറവും അങ്ങനെയൊക്കെയുള്ള നമ്മൾ സ്വയം ശ്രദ്ധിക്കുന്നത് കുറയുന്നുണ്ട്. അപ്പോ കുറേ കാര്യങ്ങള് നമ്മളെ ഓർമ്മപ്പെടുത്താൻ സഹായിച്ചു ഈ സെഷൻ. കുറച്ചൊരു സ്പീഡ് പറഞ്ഞു എന്ന് തോന്നി, പക്ഷെ നമുക്ക് മനസ്സിലാവുകയൊന്നുമില്ല. നന്നായിട്ട് കേട്ടിരിക്കാൻ തോന്നുന്ന പോലെ തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ വേണ്ടത്ര റെസ്റ്റും സ്ലീപ്പും ഒക്കെ കിട്ടേണ്ടതിന്റെ ആവശ്യം എനിക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇത്തിരി സുഖമില്ലാതെ
ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇപ്പം ബെഡ് റെസ്റ്റിലാണ്. നട്ടെല്ലും ഹിപ്പും ഒക്കെ പ്രശ്നം. എക്സ്റേയും MRIയിലും ഒക്കെ പ്രശ്നം. അപ്പൊ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് 3 ആഴ്ചത്തേക്ക് പറഞ്ഞിരിക്കുക. അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ കേട്ടതൊക്കെയാണ്. എന്തായാലും ഒരുപാട് നല്ല സെഷനായിരുന്നു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. താങ്ക് യു മാം. മാമിന്റെ ഹെൽത്ത് ഇഷ്യൂസ് എത്രയും പെട്ടെന്ന് തന്നെ സുഖാവട്ടെ. ഹേമലത മാം. പിന്നെ താങ്ക് യു സജന. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഞാനിങ്ങനെ 24 മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, രാത്രിയും പകലും നോക്കാതെയും. അതുമല്ല CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ ആയിരുന്നുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുള്ള കഴിഞ്ഞൊരു 3.5 വർഷം റെസ്റ്റ് ഇല്ലാത്ത ഓട്ടമായിരുന്നു. അതിനിടയ്ക്ക് പഠിക്കലും ക്ലാസ്സുകളും. ഇപ്പോഴും പഠിത്തവും എക്സാമും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നിർബന്ധിതമായിട്ട് ബെഡിൽ കിടക്കാനായിട്ടുണ്ട് 3 ആഴ്ചത്തേക്കെന്നാ പറഞ്ഞേ. പക്ഷെ എന്നാലും ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ്. എന്തായാലും താങ്ക് യു. എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. എനിക്ക് തിരിച്ച് എന്റെ ഫീൽഡിലേക്കൊക്കെ വരാൻ ആഗ്രഹമുണ്ട്. പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. തീർച്ചയായിട്ടും പറ്റും മാം. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. വേണ്ട റെസ്റ്റ്. നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് ഗെറ്റ് വെൽ സൂൺ. താങ്ക് യു സൂസൻ മാം. നല്ല ക്ലാസ് ആയിരുന്നു മാം. ശരി മാം. മാം പറഞ്ഞ പോലെ തന്നെ ഈ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും വരാം. അപ്പൊ നമ്മളുടെ ലൈഫിലെ നല്ല നല്ല ഹാബിറ്റുകളും കാര്യങ്ങളൊക്കെ വേണം നമുക്ക് ഇതിനൊക്കെ റിക്കവർ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ. ഇപ്പോഴത്തെ ഈ ഒരു ലൈഫിലൊക്കെ അതാണ്, ഇതുപോലെ നല്ല ഹാബിറ്റുകളൊക്കെ കൊണ്ടുവരാം. മെഡിറ്റേഷൻ, എക്സസൈസ് സംഭവങ്ങൾ, അങ്ങനെയൊക്കെ നമ്മളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ടെക്നിക്കുകൾ, അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ്. എന്തായാലും നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. രാവിലെ തന്നെ നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളിതൊന്നും ഓർക്കാറുമില്ല, ചെയ്യാറുമില്ല. നമ്മൾ ആ ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സജന മാം. ശരിയാണ്, ഇവരൊക്കെ പറഞ്ഞ പോലെ നമ്മളെ പറ്റിയിട്ട് ഒരിക്കലും കെയർ ചെയ്യാറില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറ്. അപ്പൊ ഇതൊരു നല്ല ഓർമ്മപ്പെടുത്തലാണ്. നമ്മളെ കൂടി അതിൽ ശ്രദ്ധിക്കണം എന്നുള്ളത്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. ഹേമലത മാമിന് വേഗം സുഖാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. താങ്ക് യു. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണേ. എനിക്കിനി ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റുമോന്നും എല്ലായിടത്തും പോവാൻ പറ്റുമോന്നും ഒക്കെ എനിക്കൊരു ഒരു ആശങ്ക വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാവും മാം. ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലല്ലേ ആ അതെ അതെ. നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണത്. ഓക്കെ തീർച്ചയായിട്ടും ഓക്കെ. ശരിയാണ്. അതെ, മാം ഓക്കെ. നേടിയിട്ടുള്ള ജീവിതത്തിലുള്ള എല്ലാ നേട്ടങ്ങളും ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഒരു 3.5 വർഷം എത്ര വർഷം ജീവിതത്തിലെ ആ ഓട്ടം ഉണ്ടായി. ആ ഓട്ടത്തിൽ ഒരുപാട് നേട്ടങ്ങൾ മാം നേടിയിട്ടില്ലേ. ഇനിയും നേടാൻ അത് ബാക്കിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് വരുന്ന അതെ ഈ ഒരു അതെ അതെ. പ്രയാസങ്ങളെ നമ്മൾ അങ്ങ് തള്ളിക്കളയും, അത്രേ ഉള്ളൂ. ഒരു കയറ്റത്തിന് ഇറക്കമുണ്ട്. അപ്പൊ കയറ്റങ്ങനെ കയറുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളത് സർവൈവ് ചെയ്യും, ഉറപ്പാണ്. എല്ലാവർക്കും അതെ. ഇങ്ങനെ തന്നെയാ. അത് മാമിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിസാർ സർ ഇന്ന് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോ എന്നോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ബോട്ടിമോ സംസാരിക്കാൻ മാറി കുഴപ്പമൊന്നുമില്ല, ബോട്ടിമില് ഞാൻ സംസാരിക്കാം. എനിക്ക് ഓക്കെ, ഒന്ന് നമുക്ക് ഇത്തിരി ഡൗൺ ആയിട്ടുണ്ട്. അപ്പൊ ഒന്നൊരു ശരിയാവാനുണ്ട്. ആണല്ലേ, നമുക്ക് വൈകിട്ട് സംസാരിക്കാം ഏതായാലും. ഓക്കെ. സമയമുള്ളപ്പോ ഒന്ന് എന്നെ വിളിച്ച ഞാൻ നന്നായിരുന്നു. വിളിക്കാം. ഞാൻ ഇപ്പൊ ഈ മാമിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. അശ്വതി പറഞ്ഞ പോലെ നമ്മളൊക്കെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുമെങ്കിലും നമുക്കും ഉണ്ടല്ലോ ഇതെല്ലാം. അപ്പൊ ഒന്ന് പോസിറ്റീവ് ആണെങ്കിലും എനിക്ക് തന്നെത്താൻ ഇത്തിരി ഒരു പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് ശരിയാ, എന്നോട് പഠിക്കാം. സംസാരിച്ചാൽ നന്നാവുമായിരുന്നു.
സംസാരിക്കാൻ പ്രശ്നമല്ല. ഓക്കെ താങ്ക് യു. അത് ശരിയാണ് ഹേമലത മാം പറഞ്ഞത്. നമ്മളെ എല്ലാവരെയും കൗൺസിൽ ചെയ്യുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് വരുമ്പോ നമ്മള് പെട്ടെന്ന് ഡൗൺ ആവും, എന്താ ചെയ്യണ്ടേന്ന് അറിയാത്ത പോലെ. അതെ അല്ല, അതെ. അങ്ങനെ ഒരു സാഹചര്യം വരും. നമ്മൾ സ്വയം റിലാക്സ് എടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു സോഷ്യൽ മീഡിയ, നമ്മുടെ ഒരു ക്ലയന്റുകൾ, നമ്മുടെ പഠനങ്ങൾ എല്ലാം താൽക്കാലികമായിട്ട് ഒഴിവാക്കുക. കുറഞ്ഞൊരു ദിവസമെങ്കിലും നമ്മൾ അതിനെ വിട്ടു. കാരണം നമുക്ക് ഡെയിലി ഒരുപാട് കേസുകൾ വരും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നതാ. ആ ഒരു സ്ട്രെസ് ലെവൽ നമുക്കൊരു ചിലപ്പോൾ ഒരു ബൗണ്ടറി കടന്ന് നമ്മൾ ആ ക്ലയന്റിലേക്ക് പോകും. ആ ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അവര് അനുഭവിക്കുന്ന അതേ പ്രയാസങ്ങൾ നമുക്കും വരും. അപ്പോ ഒരു ടെൻഷൻ സ്ട്രെസ് വന്ന് തോന്നിക്കഴിഞ്ഞാല് അവിടെ ചെറിയൊരു ബ്രേക്ക് കൊടുക്കുക, നമുക്ക് വേണ്ടിയിട്ടെങ്കിലും. എല്ലാത്തിനും ഒരു ബ്രേക്ക്. തൽക്കാലം കേസ് എടുക്കണ്ട, ജോലിക്ക് പോകുന്ന കുറച്ച് അവിടുന്ന് കുറച്ച് അവരോട് പെർമിഷൻ വാങ്ങിക്ക്, കുറച്ച് റെസ്റ്റ് വേണം. അതെടുക്കാത്തത് കൊണ്ടും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടും അതിനാണ് ഇന്നത്തെ ഒരു സെഷൻ ഏറ്റവും നല്ല രീതിയിൽ മെന്റൽ ഹെൽത്ത് നമ്മൾ സെൽഫ് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത്. ഏത് കാര്യത്തിലും നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫിൽ അനുഭവിക്കുന്നൊക്കെ പിന്നീട് ബുദ്ധിമുട്ടുകളായിട്ട് വരും. എന്ന് നമ്മൾ നമ്മളെ സ്വയം ശ്രദ്ധിച്ചു തുടങ്ങുന്നു, അന്ന് നമ്മൾ സക്സസീവ് ആണ്. അവിടെ നമ്മളെ ഫിസിക്കലി ഓക്കെ ആവും, നമ്മളെ മെന്റലി ഓക്കെ ആവും, നമ്മുടെ എൻവിറോൺമെന്റുകൾ ഒക്കെ ആവും. കാരണം എന്താണ്, നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങി അവിടെ. പക്ഷെ അവിടെ ശ്രദ്ധിക്കാതാവും മറ്റുള്ള ആളുകളെ പ്രയാസങ്ങൾ, മറ്റുള്ള ആളുകൾക്ക് അവരെന്ത് വിചാരിക്കും, ഇങ്ങനൊക്കെ പോകുമ്പോൾ നമ്മളെ മറന്നു പോവുകയാണ് അവിടെ. അതെ അതെ, തുടർച്ചയായിട്ട് കുറെ ആയിട്ട് അങ്ങനെയായിട്ട് ഇപ്പൊ ഞാൻ ഫിസിക്കലിയും കൂടെ വന്നോണ്ടാ. മറ്റേ മെന്റലി ഞാൻ എങ്ങനെയും കയറി വരും. ഇതിപ്പോ ഫിസിക്കലി നമ്മൾ ഇത്തിരി പ്രശ്നത്തിലായപ്പോഴാണ് ആകെ ഇപ്പൊ എനിക്ക് അതുപോലെയൊന്നും പറ്റില്ല എന്നൊക്കെ ഒരു തോന്നല് വന്നത്. നോക്കാം പ്രശ്നമില്ല, നമുക്ക് എന്തായാലും. ശരിയാണ്. നമുക്ക് അതെ, പ്രാർത്ഥിക്കാം, നമുക്ക് റെഡി ആയിട്ട് വരട്ടെ, എനർജറ്റിക് ആയിട്ട് ശരി തന്നെ. ശരി. ഓക്കെ, താങ്ക് യു. ഹേമലത മാമിന് പെട്ടെന്നെല്ലാം ശരിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങള്. ഓ, അതുകൊണ്ടാണ് ഞാനത് ഇത്ര ദിവസം കയറാഞ്ഞ്. ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, കോട്ടയ്ക്കൽ മിംസിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പൊ വീട്ടിലെത്തി. പക്ഷെ എനിക്ക് അങ്ങോട്ടേ ഒറ്റയ്ക്കുമാണ്, പിന്നെ ഒന്നായി വരാനുണ്ട്. പിന്നെ 3 ആഴ്ച ബെഡ് റെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊക്കെ വലിയ പാടുള്ള കാര്യമാണ്. പിന്നെ അങ്ങനെ പറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. വിഷയം മാറിപ്പോണ്ട, ഇന്നത്തെ ടോപ്പിക് വിട്ടുപോണ്ട. അല്ല, ഇന്നത്തെ ഇല്ല ടോപ്പിക് ഇല്ല, ടോപ്പിക്ക് ഇന്നത്തെ മാറിയിട്ടൊന്നുമില്ല, അവിടെ തന്നെ കിടക്കുകയാണ് അവിടെ. മെന്റൽ ഹെൽത്ത് തന്നെയാണല്ലോ നമ്മുടെ ടോപ്പിക്. അതെ അതെ, ശരിയാ. മാമിന് വേണ്ടിയുള്ള ഒരു ടോപ്പിക്കാണിത്. അതെ അതെ. ഇതൊന്ന് അതെ. മാറാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്ന് എന്തായാലും ഭാഗ്യത്തിന് ഞാൻ കുറെ നേരമായിട്ട് ഉണർന്ന് കിടക്കുകയാണ്. അപ്പൊ വേഗം പെട്ടെന്ന് തുടങ്ങിപ്പോയി. എന്നാലും വേഗം കയറിയതാ പെട്ടെന്ന്. അതെ, അപ്പൊ നല്ല നല്ല സെഷനും ആയിരുന്നു. നന്നായിട്ട് എടുത്തു കേട്ടോ അശ്വതി. ഒട്ടും ഒരു തപ്പലൊന്നുമില്ലാതെ കോൺഫിഡൻസോടെ പറഞ്ഞു മുഴുവൻ കാര്യങ്ങളും. ഇല്ല മാം, അവിടെ ചെറിയൊരു തിരുത്തുണ്ട്. ഞാൻ കോൺഫിഡന്റ് ആയിരുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അപ്പൊ എന്റെ പാർട്ടിസിപ്പൻസ് ആരാണ്, എങ്ങനെയാണ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം കൃത്യമായിട്ട് എത്തുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം. ഞാൻ സ്പീഡിൽ സംസാരിക്കുന്ന ഒരാളല്ല. മീൻസ് ക്ലാസ് എടുക്കുമ്പോ പക്ഷെ മാം പേടിക്കണ്ട, എല്ലാ വട്ടന്മാരും ഇവിടെ ഉണ്ട്. അല്ല, ഇവിടെ ക്ലാസ് നമുക്ക് എടുക്കുമ്പോൾ ഇത്രയും ഒരു സ്പീഡൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ എനിക്ക് തന്നെ അത് ഫീൽ ചെയ്തു. ഇങ്ങനെ ഓരോ സമയത്ത് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങള് എന്തൊക്കെയോ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് പെട്ടെന്ന് പിന്നെ എനിക്ക് അറിയായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാലും ഇത് വലിയൊരു ടോപ്പിക്കാണ്. നമുക്കൊരു അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ തീർക്കേണ്ട ഒരു ടോപ്പിക് അല്ല എന്നും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങളിൽ എത്തി എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാവരിലും ആ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കുക, നമുക്കൊരു ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അതെന്തായാലും സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും. അതുകൊണ്ടാണ് ഇനി എനിക്ക് വീണ്ടും നെക്സ്റ്റ് മന്ത് വരാനുള്ള ഒരു കോൺഫിഡൻസ് തോന്നിയത്. കാരണം നമുക്കൊരു സ്പെസിഫിക് ടോപ്പിക് എടുത്ത് വരുമ്പോഴും എന്റെ മുന്നിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ള ഒരു ഇത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് ഇപ്പൊ തോന്നുന്നത്. എന്തായാലും എല്ലാവരുടെയും നല്ല കമന്റ്സിന് നന്ദി. നമ്മളെ താങ്ക് കുറച്ചു ദിവസം അടുപ്പിച്ച് 5:30 ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്കതൊരു ഫാമിലി ആയിട്ട് തോന്നും. ആരെയും ഓക്കെ. കാണുന്നൊന്നും ഇല്ലെങ്കിലും ചിലരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എങ്കിലും
ആ, ആ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു അടുപ്പം ഫീൽ ചെയ്യും ഇതിനകത്ത്. ആ അങ്ങനെ ഒരു അതെനിക്ക് ഗുണമുണ്ട്. മനസ്സിലായി ഇപ്പൊ. ഉം. അതെ നേരത്തെ പറഞ്ഞില്ല ഈ മാം രാവിലെ എണീറ്റ വഴി ഇങ്ങനെ ഇരിക്കണോണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാൻ ഒരു ഇത്തിരി മടി. അതെ അതെ, വീട്ടിലെ ഡ്രസ്സും. അതെ അതെ. രാവിലെ ഉം. എന്തായാലും ആരും മേക്കപ്പ് ഒന്നും ചെയ്തിരിക്കൂലല്ലോ. ഞാൻ വിചാരിച്ചു സൂസൻ മാം ഒക്കെ എന്തൊരു റെഡി ആയിട്ടായിരിക്കുന്നത്. നല്ല അതെ അതെ സൂസമ്മ അത് സൂസൻ മാം കാണുമ്പോഴാണ് നമ്മള് സൂസൻ ആള് മാം നല്ല വെൽ പ്ലാൻഡ് ആണ് ഞാൻ എല്ലാ രാത്രി ദിവസവും. കിടന്നുറങ്ങുന്നത് എവിടെയാന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ അങ്ങനെയൊന്നും അല്ല കാരണം കേട്ടോ. കിട- ഇന്ന് കുറച്ചുകൂടി മനോഹരം ഉണ്ടല്ലേ കാണാന്, ഇന്ന് സൂസൻ മാമിനെ ആ ഒരു അടുത്തൊരു നല്ല ബാക്ക്ഗ്രൗണ്ടും. ചെടി അല്ലേ, അത് നല്ലൊരു ചെടിയൊക്കെ അടുത്ത്. അത് അയ്യോടാ ശരിക്കും ഒറിജിനൽ ആണോ? അല്ല ഞാൻ ഫിഗർ ഔട്ട് ചെയ്തതാണ് വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് വരുത്താനായിട്ട്. ആയല്ലേ മാം? ആ ശരി. സെറ്റായി സെറ്റ് ആയല്ലേ? സെറ്റായി താങ്ക് യു സോ മച്ച്. എനിക്ക് ഇഷ്ടമുള്ള വേറെ കുറെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എടുക്കാൻ നോക്കിയിട്ട് അത് എന്ത് ചെയ്താൽ എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇതൊന്ന് ഈ ഒരെണ്ണേ പഠിപ്പിച്ചു കിട്ടിയുള്ളൂ. തരണേ. എനിക്ക് ഈ തീർച്ചയായിട്ടും വിദ്യ പഠിപ്പിച്ചു ഒന്ന് തരാം. പഠിപ്പിച്ചു തരണേ. എനിക്കിത് യെസ്. അറിയില്ല കേട്ടോ. ആ ഞാനോർത്ത് അവിടെ ശരിക്കൊരു ചെടിയൊക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അല്ല അയ്യോ ഞാനിത് ഇന്നലെ ഫിഗർ ഔട്ട് ചെയ്തത്. അപ്പൊ ഐ എം റിയലി ഹാപ്പി ടു ഷെയർ ദാറ്റ് വിത്ത് യു. നോ പ്രോബ്ലം. എന്റെ മെസ്സേജ് ഉം. വന്നപ്പോ ഞാൻ അതൊരു നല്ല ഉറക്കമായിരുന്നു. എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. തന്നെത്താൻ ഏതായാലും ചെയ്യാൻ പറ്റുന്നത് നമുക്കതൊരു അക്കോംപ്ലിഷ്മെന്റ്, ഒരു സെൻസ് ഓഫ് ഏതായാലും ഒറിജിനൽ റിയാലിറ്റി ഉണ്ട് അതവിടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആ ഫോണത് സപ്പോർട്ട് ചെയ്യില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ. എന്റെ ഫോണില് തീരെ പറ്റണില്ല ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ. അത് ഫോണില് നോക്കിയാൽ പറ്റില്ല. പ്രയാസമായിരിക്കും. ഇല്ലല്ല, എല്ലാ ഫോണിലും പറ്റുമല്ലോ. എല്ലായിടത്തിലും ഒന്ന് പറ്റും. പറഞ്ഞു തരണേ. തരണം ട്ടോ എനിക്ക്. ബ്രൗസർ അതൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. ഞാൻ ലാപ്ടോപ്പിലാ ചെയ്ത, ഫോണിൽ ഞാൻ ശ്രമിച്ചില്ല. എന്തായാലും രാവിലെ സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ പ്രകാശമാണ് അവിടെ തന്നിട്ടുള്ളത്. അയ്യോടാ. അതെ അതെ അതെ. താങ്ക് യു സോ മച്ച്. നേരത്തെ മാം പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മൾ കേറി ഹുക്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ടെന്ന് വെക്കാൻ വലിയ പ്രയാസമാണ്. എങ്ങനെയെങ്കിലും ഉം. അതിലെത്തും. സോ അപ്പൊ അങ്ങനെ പിന്നെ എനിക്കൊരു ഓണായി ഓഫായി വെക്കുന്നത് എനിക്കൊരു വലിയ മനപ്രയാസമാണ്. കാരണം ഈ എടുക്കുന്ന ആളിന് ആരെങ്കിലും കാണണമല്ലോ. അപ്പൊ നമ്മള് അതെ അതെ. ഓണാക്കി ഇരിക്കുക എന്നുള്ള ഒരു ഹാബിറ്റ് നമ്മൾ കുറെ പ്രാവശ്യം ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റ് ആവുമെന്ന് പറയത്തില്ല. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടേ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഹസ് ബിക്കം എ നമ്മുടെ ഹാബിറ്റ്. വേറൊരു മാമും കൂടെ ഇല്ലേ, പേരെന്തായിരുന്നു? ഉഷ മാമോ എന്താണ് അവര് ചന്ദ്ര സ്ഥിരമായിട്ട് മാമിന് എന്താ ഫാമിലി ആ ഇഷ്യൂസ് ഉണ്ട്. ചന്ദ്ര. എന്താ കയറാത്തത്? 2 ദിവസമായി കണ്ടിട്ട് അതോ. അതെ, എന്താ ഫാമിലി ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ഗുഡ് മോർണിംഗ് അശ്വതി മാം. നല്ല സെഷൻ ആയിരുന്നു. ഞാനിങ്ങനെ ഒരു ഇന്റർവ്യൂല് കണ്ടതാണേ. നമ്മൾ ഈ കണ്ണിന് പ്രോബ്ലം ഉള്ള ഒരു കണ്ണട വെക്കുമല്ലോ, അത് നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല. പക്ഷെ അതേപോലത്തെ ഒരു അസുഖമാണ് ചെവി കേൾവിക്കുറവ്. അത് പക്ഷേ നമ്മൾ എന്തോ വലിയ അസുഖമായിട്ടാണ് എടുക്കാറ്. അതുപോലെ തന്നെയാണ് ഫിസിക്കൽ ഇൽനെസ്. നമ്മൾ വന്നാൽ അതിനെ മാനേജ് ചെയ്യും, പക്ഷെ മെന്റൽ ഇൽനെസ് നമ്മൾ അതുപോലെയല്ല കാണുന്നത്. അപ്പൊ അതൊരു അവയർനെസ് എല്ലാവർക്കും വേണം. ഇതൊരു സാധാരണ എല്ലാവർക്കും വരുന്നൊരു സംഗതിയാണ്, ട്രീറ്റ് ചെയ്യേണ്ടതാണ്. പൊതുവിലൊക്കെ ഒരു കൗൺസിലറെ കാണുക അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമായിട്ട് എടുക്കും ആളുകൾ. അതൊക്കെ ഒരുപാട് മാറേണ്ടതുണ്ട്. അതിനൊക്കെ ഇത്തരം അവയർനെസ് ക്ലാസ്സുകൾ നല്ലതാണ്. താങ്ക്സ് അഗെയിൻ. ഉസാർ രാവിലെ തന്നെ ഓട്ടം കേട്ടോ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം. നടക്കോ ഓടോ എന്തോ ആണ് അല്ലേ, ഫിസിക്കലി ഇന്ന് എക്സസൈസിലാണ്. രാവിലെ ഇന്ന് മോട്ടിവേറ്റഡ് ആയതാ ഇന്ന് രാവിലെ ഈ ക്ലാസ്സിന് ശേഷം. അല്ല, ഞാൻ നടക്കണോ? രാവിലെ അല്ല, വൈകുന്നേരമാണ്. ഓടാൻ തുടങ്ങി ഓ, സാറല്ലേ. എവിടെയാണ് റൗസർ, എവിടെയാണ്? ഞാൻ കാലിഫോർണിയ, ലോസ് ആഞ്ചലസ്. ആ, അതുകൊണ്ട് വൈകുന്നേരം നടക്കുക അല്ലെ. CBT എക്സാമിന് ഉണ്ടായിരുന്നില്ലേ? CBT ബാച്ചിലുള്ളതല്ലേ ഹേമലത മാം? അതെ 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 അന്ന് അതെ. എക്സാമിന് കണ്ടിരുന്നു. അന്നൊന്നും ഇഷ്ടമൊന്നും ഇല്ലായിരുന്നല്ലോ. എക്സാം എവിടെ വെച്ച്? ഇല്ലായിരുന്നോ ഒരു ഓൺലൈൻ ഇല്ല, എക്സാം? ഇല്ലല്ലേ? ഓൺലൈൻ എക്സാം ഉണ്ടായിരുന്നോ? അത് ഞാൻ വേറെ ഉണ്ടായിട്ടില്ല. സ്റ്റുഡൻസ് ആയിരിക്കും. അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ എക്സാമിന്റെ കാര്യം. നിസാവ് സാർ എന്ത് സാറാണ്. സ്റ്റുഡൻസ് അറിഞ്ഞിട്ട് പോലും ഇല്ല എക്സാമിന്റെ കാര്യം.
ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ എക്സാം ഉണ്ടായിരുന്നു. നമുക്ക് മാമിന് മാമിന് എക്സാമിന്റെ ആവശ്യമൊന്നുമില്ല, സ്കിൽഡ് ആണ് ഓൾറെഡി. ആ, നോക്കാം നമുക്ക്. ഞാനും സ്റ്റുഡന്റ് ആണ്, പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാ കാലത്തും കേട്ടോ. എന്റെ ആഗ്രഹം ഇങ്ങനെ മരിക്കുന്നവരെ പഠിക്കണം എന്നാണ്. യെസ്, ദാറ്റ്സ് വെരി ഗുഡ്. ഞാനും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഉം, ഉം. ഞാനും അത് തന്നെയാണ് മാം, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. MA സൈക്കോളജി ഇപ്പൊ ചെയ്തിട്ടേ ഉള്ളൂ. ഉം. കൂടുതൽ എനിക്ക് നമുക്ക് പഠിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റട്ടെ നമുക്ക് എല്ലാവർക്കും. അതെ അതെ അതെ, അതെ അതെ. ഇൻട്രസ്റ്റ് ഉണ്ട്. പുതിയ പുതിയ കാര്യങ്ങളാണല്ലോ. എത്ര പഠിച്ചാലും നമുക്കൊന്നും അറിയാത്ത ഒരവസ്ഥയാണ്. തീരൂല. എത്ര പഠിച്ചാലും ഇനി എത്ര പഠിക്കാനുണ്ട്, ഒന്നും അറിയില്ല എന്ന് അതെ തോന്നും. അതെ അങ്ങനെ ഒരു അതെ അതെ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളെ ഈ പ്രായത്തിൽ നമ്മൾ പഠിക്കുന്ന കാണുമ്പോൾ വേറെ പലർക്കും അതൊരു പ്രചോദനമാണ് ആ താനും. സോ ഇറ്റ്സ് അതെ, അതെ ഗുഡ് അതെ ടു അതെ. കീപ്പ് ഇറ്റ് അപ്പ്, ഗുഡ് ടു കീപ്പ് ഇറ്റ് ഉം, അപ്പ്. മോട്ടിവേഷനാണ്. ഉം. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഏജ് ആയി കഴിഞ്ഞാല് വെറുതെ ഇരിക്കുമ്പോഴാണ് അസുഖം കൂടുക. ആ അതെ അതെ. തീർച്ചയായിട്ടും. എൻഗേജ്ഡ് ആണെങ്കിൽ എപ്പോഴും എന്നെ സംബന്ധിച്ച് എനിക്ക് ആരോഗ്യവാന്മാരായി. വെറുതെ ഇരിക്കാനേ വയ്യ. എങ്ങനെ എപ്പോഴും ഇങ്ങനെ എൻഗേജ്ഡ് ആവണം, മെന്റലി ഫിസിക്കലി. പക്ഷെ ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് സ്റ്റക്കായപ്പോഴാണ് ബുദ്ധിമുട്ട് വരിക. അത് പ്രകൃതി തന്നെ ഒരു ഫോഴ്സ്ഡ് റെസ്റ്റ് തന്നതാണെന്ന് കൺസിഡർ ചെയ്താൽ മതി. എന്നാൽ ഉം, ബിഫോർ ലോങ് യു വിൽ കം ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് യു വിൽ ബി ബാക്ക് ഓൺ ഉം, യുവർ ഫീറ്റ്. എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഉം. പറ്റും. അതുപോലെ ടേക്ക് കെയർ ദോ. അത് നമ്മൾ ബെഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ബെഡ് റെസ്റ്റ് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യുക ആൻഡ് ഗിവ് യുവർ ബോഡി ദാറ്റ് റെസ്റ്റ് ആൻഡ് ദ ടൈം ടു ഹീൽ. ഉം. അതെ, ഓക്കെ. മനസ്സ് കൂടുതൽ എത്തുന്നിടത്ത് ശരീരം എത്തണമെന്നില്ല. അപ്പൊ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അതിനുള്ള അതെ റെസ്റ്റ് അതെ. കൊടുക്കണം. ഉം. അതെ, കൂടുതൽ എനർജറ്റിക് ആയിട്ട് വരട്ടെ എന്ന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. അശ്വതി എല്ലാവരുടെയും മാമിനെ കാണുന്നേ പ്രാർത്ഥനയൊക്കെയുള്ള. ഇല്ല. അശ്വതി മാമിനെ കാണുന്നേ ഇല്ല. അത് ഓഫാക്കിയതാണോ? ആദ്യം ക്ലാസ് എടുക്കുമ്പോ കണ്ടിരുന്നു, പിന്നെ കണ്ടില്ല. അതെ മാം, ഞാൻ ഓഫാക്കിയതാ. എന്റെ മോൾക്ക് പനിയായിരുന്നു. അപ്പൊ അവൾക്ക് വയ്യ തീരെ. അപ്പൊ ഞാൻ അവളുടെ കൂടെയായിരുന്നു. അവളുടെ ഇടയിൽ നിന്നാണ് ഞാൻ ചാടി വന്നത് ക്ലാസ് എടുക്കാനേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓഫാക്കിയതാ. ഓക്കെ, നോ പ്രോബ്ലം. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ മാം. താങ്ക് യു. താങ്ക് യു. നമുക്കിനി വൈൻഡപ്പ് ചെയ്യാലേ. 27 പേരൊക്കെ ഉണ്ട്, പക്ഷെ അത്ര പേരൊന്നും ഇവിടെ സംസാരിച്ചില്ല. കുറെ 27 അല്ല, പേരുണ്ടായിരുന്നു. എല്ലാരും കേൾവിക്കാരാണ്. 42 പേരുണ്ടായിരുന്നു. അതെ അതെ അതെ, കൂടുതൽ പേരുണ്ട്. പിന്നെ രാവിലത്തെ ആ ടൈമല്ലേ എല്ലാവർക്കും. അതെ അതെ. ഓരോ ആക്ടിവിറ്റിയുടെ ഇടയിൽ ഇങ്ങനെ കേറിയിട്ട് അതെ അവിടെ അതെ വെച്ചിട്ട് പോകുന്നവരായിരിക്കും കൂടുതലും. അതെ അതെ, ഓണാക്കി വെക്കുന്നതായിരിക്കും. അതെ, സംസാരിക്കാന് ഉം. സ്കൂളിലൊക്കെ സംസാരിക്കാനൊന്നും പോകുന്നതും ജോലിക്ക് പോകുന്നൊക്കെ അല്ലേ. കുറച്ചുപേരൊക്കെ സംസാരിക്കും. ഇതുപോലെ Zoom പ്ലാറ്റ്ഫോമിൽ അങ്ങനത്തേലൊക്കെ ഓൺലൈൻ ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊക്കെ ക്ലിയർ സംസാരിക്കാൻ ആവുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങനെ തുടങ്ങി പിന്നെ അങ്ങനെ ശരിയായി. അതുപോലെയുള്ളവർ മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഒരു മിനിറ്റ് സജന മാം ഒന്നുകൂടെ പറയണം. അതാ ഒന്നും ഞങ്ങളോട് കേട്ടില്ല. വോയിസ് കേട്ടില്ല. ബ്രേക്ക് ആയിരുന്നു. ബ്രേക്ക് ആയി പോയ. ശരിയാവണുണ്ടാ? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞാൽ മതി. ഇപ്പൊ ആണോ? ശരിയായി. യെസ്, ഇപ്പൊ ആ ക്ലിയറാ, പറഞ്ഞോ. അല്ല, ഞാൻ പറഞ്ഞതായിരുന്നു, കുറെ പേരൊക്കെ പലർക്കും സംസാരിക്കണം എന്നുണ്ടാവും. ഞാനൊക്കെ മുമ്പ് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞതാണ്. ഇതുപോലെ സൂമിലും ഗൂഗിൾ മീറ്റിലൊക്കെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ എന്തെങ്കിലും പറയണം എന്നുണ്ടാവും. പക്ഷെ എനിക്കൊക്കെ ഇങ്ങനെ പറയാനൊരു ചമ്മലായിട്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്കൊക്കെ മുമ്പ്. പിന്നെ അതിങ്ങനെ ശരിയായതായിരുന്നേ. അപ്പൊ അതുപോലെ ഇങ്ങനെ പറയാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, മറ്റുള്ളവർ സംസാരിക്കണ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ. പക്ഷെ അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളവരൊക്കെ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞതായിരുന്നു. ക്ലിയർ ആയ? അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ പറഞ്ഞ രാവിലത്തെ മോർണിംഗിന്റെ തിരക്കിലായിരിക്കും പലതും. പിന്നെ സജന മാമിന് പിന്നെ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവേണ്ടിയില്ല, സത്യമാവേണ്ടിയില്ല. പണ്ടേ കുട്ടികളുമായിട്ട് വായിട്ട് അൽക്കുന്നതല്ലേ. കുട്ടികളൊക്കെ ആയിട്ട് വഴക്കിളക്കും. പക്ഷെ ഇതുപോലൊക്കെ വരുമ്പോ എനിക്കൊരു, അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്തത്. ട്രെയിനറിലൊക്കെ ജോയിൻ ചെയ്തത് അതായിരുന്നു. ഏതായാലും ഇപ്പൊ മാറിയല്ലോ അല്ലെ എല്ലാം.
അതെ ഇപ്പൊ ഉം. മാറി. എന്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ നിസാവ് സാറിന്റെ ഒരു ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞേ. അപ്പൊ അതുപോലുള്ളവരുണ്ടാവുമല്ലോ. അവരെ അടുത്ത സെഷനിൽ അടുത്ത മാസം ഒരു സ്ലോട്ട് അവർക്ക് കൊടുക്കുക, ക്ലാസ് എടുക്കട്ടെ അവിടെ. ക്ലാസ് എടുക്കാനൊന്നും കഴിയാറില്ല, ഫീഡ്ബാക്ക് പറയാൻ പോലും റെഡിയല്ല ആള്. ഇല്ല, പേടിയാണ്. അങ്ങനത്തെ ആളുകളെ നമ്മൾ കൊണ്ടുവരണം. അവർക്കായിരിക്കും കൂടുതൽ നോളജും, കാരണം ഈ സൈലന്റ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും ഒരുപാട് മനസ്സിൽ പറയാനുണ്ടാവുക. പക്ഷെ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണോ നിങ്ങൾ പറഞ്ഞ മാതിരിയുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാവും. കാരണം അവർ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നിർത്തിയില്ല, കാരണം അത്രയും നോളജ് ആയിരിക്കും പുറത്തേക്ക് വരിക. ഇനിമേ നമുക്ക് കൺക്ലൂഷൻ ആവാം, ഏകദേശം സമയമായെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനിയും ടോപ്പിക്കുകളായിട്ട് വരണം അശ്വതി മാം. താങ്ക് യു. തീർച്ചയായിട്ടും. താങ്ക് യു. Okay. Have a nice Thank you. day. Good morning. യെസ്, ഗുഡ് ഡേ ടു Okay. എവരിബഡി. പ്രത്യേകിച്ച് ഹേമലത മാം എത്രയും പെട്ടെന്ന് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരട്ടെ. അതെ, താങ്ക് യു. കേറി ഇതൊന്ന് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ മനസ്സിനൊരു സുഖം. ഓക്കെ, ബൈ. താങ്ക് യു മാം. ബൈ.